വ്യാപാര കാലമാനത്തെ നോക്കണം. ബാക്കി സഹപാഠികളിൽ സമയമുള്ള കാലക്രമത്തിൽ ഒക്കെയാണ് ഒരു മനുഷ്യൻ ആരംഭിക്കുന്നത്. അപ്പൊ അധ്യാപകന്റെ റോള് ഒരു പൂർണ്ണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിദ്യ നേടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 4 കൊണ്ട് മാത്രം. പക്ഷെ ആ 4 കൊണ്ട് ഭാഗം പോലും ഇത് വേണ്ട, അല്ലെങ്കിൽ ഇത് 4 കൊണ്ട് ഭാഗം പകർന്നു നൽകണം എന്ന് ഉദ്ദേശിക്കുന്ന ലക്ഷ്യമിട്ടുന്ന അധ്യാപകരെ അതിന് പ്രാപ്തരാക്കാൻ വിദ്യാർത്ഥികൾ കൊണ്ട് മാത്രമല്ല അധ്യാപകരെ നിയമിക്കുന്ന നിയന്ത്രിക്കുന്ന സമൂഹത്തിന് പോലും താല്പര്യമില്ലാത്തൊരു കാലഘട്ടമുണ്ട്. കാരണം അധ്യാപകൻ എന്നുള്ളത് പവിത്രമായ ഒരു ജോലിയായി കണ്ടിട്ടുള്ള തലമുറ ഒരു നാടാണ് നമ്മുടെ. പക്ഷെ ഇന്ന് നമ്മുടെ പറഞ്ഞതുപോലെ ഒക്കെ എപ്പോഴും നമ്മുടെ സാർ പറയുന്നുണ്ട് അപ്പൊ ഈ ട്രെയിനിങ്ങുകളൊക്കെ അനന്തരഫലമായിരിക്കണം. അധ്യാപകൻ എന്നുള്ളത് വിദ്യാർത്ഥിക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നവനല്ല, മറിച്ച് അവനോടൊപ്പം തോളിൽ കൈയിട്ട് അല്ലെ അവനോടൊപ്പം ബിയർ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ ഒരു പഫ് അവന്റെ ചുണ്ടിൽ നിന്ന് എടുത്ത് വലിക്കുന്നവനാകണം അധ്യാപകൻ എന്ന തരത്തിലേക്ക് ചില സംഘടനകളെങ്കിലും അധ്യാപക വൃത്തിയെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതേ അധ്യാപകന് കുഴിമാടമൊരുക്കാൻ അവൻ തയ്യാറാകുന്നത്. അപ്പൊ ഇതൊരു ആദാന പ്രദാനമാണ്, കൊടുക്കുന്നതാണ് തിരിച്ചു കിട്ടുക. പക്ഷെ അവിടെയാണ് നമ്മുടെ NGO പോലെയുള്ള ദേശീയമായ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി. ഒരുപക്ഷെ കാലഹരണപ്പെട്ടത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന പല മൂല്യങ്ങളുടെയും വക്താക്കന്മാരാണ് നമ്മൾ. ആ മൂല്യങ്ങൾ തന്നെയാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത്. എന്തൊക്കെയാണ് നാം മൂല്യങ്ങളായി കണക്കാക്കുന്നത്, എന്തൊക്കെയാണ് ഭാരതം വലിയ, അതുകൊണ്ടാണ് ഭാരതത്തിന്റെ പല ചിന്തകളെയും നമ്മൾ സനാതനം എന്ന് പറയുന്നത്. സനാതനം എന്ന് പറയുമ്പോൾ അതിന് കാല, ദേശ, വേഷ, ഭാഷ, ഭൂഷ, വർഗ, വർണ്ണ വ്യത്യാസമൊന്നുമില്ലാത്തതാണ് സനാതനം. അത് എറ്റേണൽ വാല്യൂസ് എന്നാണ് നമ്മൾ അതിനെ പറയുക. സത്യം പറയുക, അഹിംസ പാലിക്കുക, ബ്രഹ്മചര്യം പാലിക്കുക, അസ്തേയം, അപരിഗ്രഹം തുടങ്ങിയിട്ടുള്ള മാനുഷികമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് മുൻപോട്ടേക്ക് പോകാൻ, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന നിലയിൽ മുൻപോട്ടേക്ക് പോകാൻ എന്തൊക്കെ മൂല്യങ്ങൾ വേണമോ ആ മൂല്യങ്ങളെയൊക്കെയാണ് ഭാരതീയരെ സനാതന മൂല്യങ്ങൾ എന്ന് വിളിച്ചത്. അപ്പൊ ആ സനാതന മൂല്യങ്ങൾ ഒരു മനുഷ്യന് കിട്ടുന്നത് ആദ്യം സ്വാഭാവികമായി കിട്ടുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് മാതാപിതാ എന്ന പ്രയോഗം ഉണ്ടായത്. അച്ഛനും അമ്മയിൽ നിന്നുമാണ് ഒരു വ്യക്തിക്ക് ആദ്യത്തെ മൂല്യങ്ങൾ, ആദ്യത്തെ പാഠങ്ങൾ പകർന്നു കിട്ടുക. പിന്നീട് സ്വാഭാവികമായും ആ റോളിലേക്ക് വരുന്നത് അധ്യാപകരാണ്. അപ്പൊ ഒരു അധ്യാപകന് രക്ഷിതാവ്, അച്ഛനും അമ്മയും ചെയ്യുന്ന അതേ റോള് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് അധ്യാപകൻ. ആ അധ്യാപക വൃത്തിയെയാണ് ഒരുപക്ഷെ ഇന്ന് നാം മുമ്പ് പറഞ്ഞ ഒരു തലത്തിലേക്ക് ചിലരെങ്കിലും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രണ്ടിനെയും കൂടെ അതിജീവിച്ച് മുൻപോട്ട് പോകുക എന്ന വെല്ലുവിളി സ്വാഭാവികമായും ഇതര അധ്യാപക സംഘടനകൾക്കില്ല എങ്കിലും NGO-നെങ്കിലും ഉണ്ട്. കാരണം നാം പ്രതിദാനം ചെയ്യുന്നത് ദേശീയമായ കാഴ്ചപ്പാടിനെയാണ്, ആ ഭാരതീയ സംസ്കൃതിയെയാണ് നാം പ്രതിദാനം ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും നാം നേരിടുന്ന വെല്ലുവിളികൾ ഇവിടെ പറഞ്ഞ ഭരണപരമായി, സംഘടനാപരമായി, രാഷ്ട്രീയമായി നാം നേരിടുന്ന വെല്ലുവിളിക്കും അപ്പുറത്താണ് നാം പ്രതിദാനം ചെയ്യുന്ന മൂല്യങ്ങളുടെ സംരക്ഷണം എന്നുള്ളത്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നത് തീർച്ചയായും നിങ്ങൾ കാണിക്കുന്ന വലിയ ഒരു സേവനം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളി ഇതര വിഭാഗങ്ങളെക്കാൾ വലുതാണ് എന്ന് പറയാം. അപ്പൊ മറ്റ് ഏതെങ്കിലും ഒരു സർക്കാർ ട്രേഡ് യൂണിയൻ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ, അല്ലെങ്കിൽ നമ്മളുടെ NGO സംഘ് പോലെയുള്ള മറ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരുപക്ഷെ അവരുടെ തൊഴിൽപരമായ അവകാശങ്ങൾ സംരക്ഷിച്ചാൽ മാത്രം മതിയാകും അല്ലെ. അവിടെ അവർ പോയിട്ട് വലിയ പൊളിച്ചെഴുത്തലുകൾക്കൊന്നും അവർക്ക് അവിടെ സാധ്യതയില്ല. അവരെന്താണ് നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾക്ക് അകത്തു നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ മേഖലയിൽ ഏതെങ്കിലും ദേശീയമല്ലാത്ത കാഴ്ചപ്പാടുകൾ വരുന്നുണ്ടോ, അതിനെ മാത്രം പ്രതിരോധിച്ചാൽ മതി.
പക്ഷെ അധ്യാപക സംഘടന എന്ന നിലയിൽ ദേശീയ അധ്യാപക പരിഷത്ത് നേരിടുന്ന വെല്ലുവിളി ഇതെല്ലാം കൂടി ചേർന്നതാണ്. ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ നമ്മുടെ അസ്തിത്വം നിലനിർത്തുക, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, നമ്മുടെ സഹപ്രവർത്തകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, നമ്മളോടൊപ്പം നിൽക്കുന്നവർക്ക് എല്ലാവിധമായ അവകാശങ്ങളും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പമാണ് മുമ്പ് പറഞ്ഞ സോകോൾഡ് ഗുരുക്കന്മാർ അല്ലെങ്കിൽ സോകോൾഡ് സമൂഹം പിന്തിരിപ്പൻ എന്ന് പറയുന്ന ആശയങ്ങളെ സംരക്ഷിച്ച് അതിന്റെ പ്രയോക്താക്കളും വക്താക്കളുമായി സമൂഹത്തെ മുൻപോട്ട് നയിക്കുക. അപ്പൊ ഇത് വലിയൊരു ദൗത്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഈ വെല്ലുവിളിയെ നേരിടാൻ പറ്റുമ്പോഴാണ് ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ NGU-വിന് പ്രസക്തി ഉണ്ടാവുക. അല്ലാതെ എല്ലാവരെയും പോലെ ഇപ്പൊ പറഞ്ഞതുപോലെ കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും എന്ന ശൈലിയിലുള്ള സംഘടനാ പ്രവർത്തനമല്ല തീർച്ചയായും NGU നടത്തേണ്ടത്. അപ്പൊ NGU എന്നുള്ളത് ഒരു വ്യത്യസ്തമായ വേറിട്ട മാതൃക സൃഷ്ടിക്കാനുള്ളവരാണ്. അപ്പൊ നമ്മളുടെ വ്യത്യസ്തത എന്നുള്ളത് നമ്മുടെ സ്വത്വബോധത്തിൽ നിന്നുണ്ടായതാണ്. നമ്മുടെ സ്വത്വം, ആ സ്വത്വത്തെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും കടമ. എന്താണ് നമ്മുടെ സ്വത്വം? അല്ലെ, സ്വ എന്ന വാക്കിന് വലിയ അർത്ഥമാണ് ഉള്ളത്. അവനവന്റെ ഐഡന്റിറ്റി, അവനവന്റെ എൻറ്റിറ്റി, ഇതിനെ സംരക്ഷിക്കുക, ഇതിനെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക, അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുക എന്നത് ആ വെല്ലുവിളി കൂടി നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ സമരം നടത്താൻ, അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്താൻ മാത്രമുള്ള ഒരു സംഘടനയാണ് NGU എന്ന് ഞാൻ ധരിക്കുന്നില്ല. അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ അങ്ങനെയല്ല പെരുമാറുന്നത്. അതിനും അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഈ നാടിന്റെ സ്വത്വബോധത്തെ, നാം പ്രതിദാനം ചെയ്യുന്ന ദേശീയതയെ അതിന് ലോപം വരാതെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ, അല്ലെ, ഒരു ബാറ്റൺ പോലെ, ഒരു ദീപത്തിൽ നിന്ന് മറ്റൊരു ദീപം പകരുന്നത് പോലെ, അഗ്നിനാളം പകരുന്നത് പോലെ പകർന്നു കൊടുക്കാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു ജനസമൂഹമാണ് ഭാരതത്തിന്റെ ജനങ്ങൾ. നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ ഇസ്രയേലുകാരെന്നും ജൂത ജനതയെന്നും ഒക്കെ പറയും, അല്ലെ. ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ ചരിത്രം പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാകാം. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു ജനത ഇന്ന് ജൂതന്മാരാണെന്ന് പറയുന്നു. അവർ ഏകദേശം 2000 വർഷക്കാലം അവരുടെ അസ്തിത്വം കളഞ്ഞു കുളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പ് പോലും അസാധ്യമാകുന്ന തരത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരു ഗതികെട്ട ജനതയാണ് ജൂതന്മാർ. പഠിച്ചിട്ടുണ്ടോ? അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ, ആ ഹിറ്റ്ലർ മാത്രം 60 ലക്ഷം ജൂതന്മാരെയാണ് കൊന്നൊടുക്കിയത്. ഒരു ജൂതനെ വെടിവെച്ച് കൊല്ലുമ്പോ ഒരു ബുള്ളറ്റ് നഷ്ടമാകും, അല്ലെ. അതുകൊണ്ട് ജൂതനെ കൊല്ലാൻ ബുള്ളറ്റ് പോലും വേണ്ട, ഭരണകൂടത്തിന് അത് നഷ്ടമാണ്, അല്ലെ. 60 ലക്ഷം പേരെ കൊല്ലണമെങ്കിൽ 60 ലക്ഷം ബുള്ളറ്റ് വേണം. അപ്പൊ അതുപോലും വേണ്ട. അതുകൊണ്ട് അവരെ ഗ്യാസ് ചേംബറിനകത്തേക്ക് കടത്തിവിട്ട് വിഷവാതകം ശ്വസിപ്പിച്ച് കൊന്ന ആളാണ് അഡോൾഫ് ഹിറ്റ്ലർ. അപ്പൊ ഈ ഹിറ്റ്ലറുടെ വേട്ടയാടൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജൂത ജനവിഭാഗം വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നും വ്യത്യസ്തമായി ഭാരതത്തിന്റെ ജനത ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം വേട്ടയാടപ്പെട്ടത് നമ്മളാണ് എന്ന വസ്തുത നാം മനസ്സിലാക്കണം. അവിടെയാണ് ഇവിടെ ഇപ്പൊ എന്താണ് സത്യാനന്തര കാലം എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാര് പോസ്റ്റ് ട്രൂത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രഖ്യാപനങ്ങളുമായൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെയാണ് സത്യാനന്തര കാലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ലോകത്തിലുണ്ടാകുന്ന പുതിയ പുതിയ നറേറ്റീവുകൾ, അല്ലെ. ഇന്ന് നറേറ്റീവുകളുടെ വാറാണ് നടക്കുക. ആശയപരമായ സംഘടനമാണ് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ചരിത്രത്തെ കൃത്യമായി നിർമ്മിക്കാൻ പറ്റുമ്പോഴാണ് കൃത്യമായ നറേറ്റീവ് ഉണ്ടാകുന്നത്. അപ്പൊ ചരിത്രത്തിന്റെ അപനിർമ്മിതി, ഇതിനെ കൂടി നാം കാത്തിരിക്കണം. അപനിർമ്മിക്കപ്പെട്ട ഒരു ചരിത്രം നമ്മുടെ ചുറ്റിനുമുണ്ട്. ഭാരതത്തിന്റെ ചരിത്രത്തെ പറ്റി സത്യസന്ധമായ വിലയിരുത്തൽ നടത്താൻ, അത് സംബന്ധിച്ച നറേറ്റീവുകൾ ഫോം ചെയ്യാൻ നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ നാം സജ്ജരാക്കണം. ചെറുപ്പത്തിലെ തന്നെ അവർക്ക് ചില കാര്യങ്ങൾ നാം പറഞ്ഞു കൊടുക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഭാരതത്തിന്റെ ജനത എങ്ങനെയാണ് ചെറുത്തു നിന്നത്, എങ്ങനെയാണ് അധിനിവേശത്തെ ചെറുത്തു നിന്ന് വേട്ടയാടപ്പെട്ടത്.
അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ 2000 വർഷം കൊണ്ട് ഇസ്രയേലുകാരന്റെ വേട്ടയാടൽ കഴിഞ്ഞു. പക്ഷെ എന്റെയും നിന്റെയും പൂർവികൻ 2000 ആയിരുന്നില്ല, അതിനും അപ്പുറത്തേക്കുള്ള വേട്ടയാടലുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ലോകത്ത് ജൂതന്മാര് കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഭാരതീയരായ തദ്ദേശീയ ജനത കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന ചരിത്രം നാം നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിക്കണം. പക്ഷെ ജൂതന്മാരും നാമും തമ്മിലുള്ള ഏക വ്യത്യാസം, ജൂതന്മാർ വേട്ടയാടലുണ്ടായപ്പോൾ നാടും വീടും ഉപേക്ഷിച്ച് ഓടാൻ തയ്യാറായി. പക്ഷെ നമ്മുടെ പൂർവികന്മാർ എവിടേക്കും ഓടിയില്ല. നാം ഈ മണ്ണിൽ ചുവടുറപ്പിച്ച്, ഈ മണ്ണിൽ അടിയുറച്ച് നിന്നുകൊണ്ട് എല്ലാ അധിനിവേശത്തെയും ചെറുത്തു നിന്ന ജനതയാണ് നമ്മുടേത്. അല്ലാതെ ജൂതന്മാരെ പോലെ ഓടാൻ നാം തീരുമാനിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം പോലും ലോകത്തുണ്ടാകുമായിരുന്നില്ല. നമുക്ക് വേണ്ടി സംസാരിക്കാനും ആരും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ജൂതന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ പലരും ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് 1948 കേരളത്തിനേക്കാൾ വലിപ്പം കുറവുള്ള ചെറിയൊരു ഭൂവിഭാഗം, വാഗ്ദത്ത ഭൂമി അല്ലെ, ജെറൂസലേം ഒക്കെ അടങ്ങുന്ന, യേശുക്രിസ്തുവിന്റെ ജന്മസ്ഥാനം അടങ്ങുന്ന ഒരു ഭൂമി അവർക്ക് പതിച്ചു കൊടുത്തു. ഇസ്രായേൽ, വിശുദ്ധ നാട് എന്ന പേരിൽ അവരത് കൈവശം വെച്ചിരിക്കുന്നു. നോക്കൂ, പക്ഷെ ആ 2000 വർഷക്കാലവും ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഇസ്രയേലിന്റെ അധ്യാപക തലമുറ, അല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്ന് എല്ലാവരും അധ്യാപകരായി. ഇസ്രയേലിൽ സ്കൂളിൽ പഠിപ്പിച്ചവർ മാത്രമായിരുന്നില്ല അധ്യാപകർ. നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും 2000 വർഷക്കാലം എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് അവരുടെ സ്വപ്നങ്ങളെ കൈമാറ്റം ചെയ്യാൻ പറ്റിയത്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ? 2000 വർഷം ജനിക്കുന്ന ഓരോ കുഞ്ഞിനോടും അവൻ വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. നിന്റെ നാട് ഇതല്ല, നീ ഇന്ന് കൊച്ചിയിലാണ് ജീവിക്കുന്നത്, നീ മട്ടാഞ്ചേരിയിലാണ്, അല്ലെ ഗോവയിലാണ്, അല്ലെ മുംബൈയിലാണ്, അല്ലെ അമേരിക്കയിലാണ്, കാനഡയിലാണ് ഒക്കെ നീ താമസിക്കുമ്പോൾ നിന്റെ നാടിതല്ല. നീ വാഗ്ദത്ത ഭൂമിയിൽ ജനിച്ചു വീഴേണ്ടവനായിരുന്നു. നിന്റെ അച്ഛനെയും അമ്മയെയും മുതുമുത്തച്ഛനെയും അവിടെ നാട്ടി ഓടിച്ചതിന്റെ ഫലമായിട്ടാണ് നിനക്ക് ഈ കൊച്ചിയിൽ വന്ന് പിറക്കേണ്ടി വന്നത്. പക്ഷെ നിന്റെ സ്വപ്നമുണ്ടല്ലോ, നീ വളർന്ന് വലുതാകുമ്പോൾ ആ നാട് നീ തിരികെ പിടിക്കണം. ഈ ഒരു സ്വപ്നം ഒന്നും രണ്ടുമല്ല, 2000 വർഷം ഒരു ജനത തലമുറ 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 കൈമാറും. അവന്റെ ഭാഷയെ സംരക്ഷിച്ചു. ഇതൊക്കെ ഒരു ചരിത്ര പാഠമാണ്. ഹീബ്രു എന്ന് പറയുന്ന അവന്റെ ഭാഷ. അവൻ ലോകത്തിൽ എവിടെ പോയപ്പോഴും അവൻ ആദ്യം അതിനൊരു ലിപി ഉണ്ടാക്കി. ആ ലിപിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അവൻ ലിപി തിരിച്ചെടുത്തു, അതിൽ കൂടി കമ്മ്യൂണിക്കേഷൻ നടത്തി. ലോകത്തിലുള്ള എല്ലാ ജൂതന്മാരെയും അവനൊരു കുടക്കീഴിൽ കൊണ്ടുവന്നു. അവൻ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും അവന്റെ ഉള്ളിൽ കെടാതെ ഒരു സ്വപ്നം അവൻ കാത്തു സൂക്ഷിച്ചു. എന്നെങ്കിലും ഒരിക്കൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങിപ്പോകണം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഒന്നും രണ്ടുമല്ല, 2000 വർഷം. ആ 2000 വർഷത്തെ അവന്റെ കാത്തിരിപ്പാണ് 1948 ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലോടുകൂടി സാധ്യമായത്. ആ 48 ചുറ്റിനും ശത്രുക്കളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടായി 6-ാം മാസം 3-ാം മാസം 45-ാം ദിവസം 6 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരെ അറ്റാക്ക് ചെയ്തു. ഈജിപ്തും ലെബനോനും സിറിയയും ഇറാനും അടക്കം പലസ്തീനും അടക്കമുള്ള 6 രാഷ്ട്രങ്ങൾ സംയുക്തമായി ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഈ 48 അവൻ മടങ്ങി വരുമ്പോൾ ലോകത്തുള്ള എല്ലാ വിഭാഗത്തും എല്ലായിടത്തുമുള്ള ജൂതന്മാരെ അവൻ മടക്കി വിളിച്ചു. അവന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രെയിൻ ജൂതന്റേതായിരുന്നു. അല്ലേ? അധ്യാപകർക്കറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ നൊബേൽ കിട്ടിയിട്ടുള്ളത് ജൂതന്മാർക്കാണ്. അല്ലേ? യേശുക്രിസ്തു പോലും ഒരു ജൂതനായിരുന്നു. യേശുക്രിസ്തു ഒരു ക്രിസ്ത്യാനി അല്ല, ഒരു ജൂതനാണല്ലേ. ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കമുള്ളവർ ജൂതന്മാരായിരുന്നു. അപ്പൊ ഈ ജൂത സമൂഹം എങ്ങനെയാണ് അവരുടെ സംസ്കാരം, അവരുടെ ഗരിമ, അവരുടെ ഔന്നത്യം നിലനിർത്തിയത്, അത് നമുക്കൊരു പാഠമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ എല്ലാവരും അധ്യാപകരായി. അവന്റെ സ്വപ്നങ്ങളെ പറ്റി അവൻ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുത്തു. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ദൗത്യവും ഏറെക്കുറെ സമാനമാണ്. നാം നാട് വിട്ട് ഓടിപ്പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളും ഏകദേശം അഭയാർത്ഥികളെ പോലെ ഒരുപക്ഷെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ഭൂരിപക്ഷമാകുന്നത് ക്രിമിനൽ കുറ്റമാകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മതം നോക്കി നീതിയും നിയമവും തീരുമാനമെടുക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിച്ചു പോരുന്നത്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ മക്കളെ
ഇതിന്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കി അവന്റെ ഔന്നത്യത്തെ പറ്റി അവനെ ബോധ്യമാക്കാനുള്ള ഒരു ചുമതല കൂടി NGO-ന്റെ പ്രവർത്തകർ ഏറ്റെടുക്കണം. അതാണ് ഒരുപക്ഷെ കാലഘട്ടം നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു ദൗത്യം. അതായിരിക്കും പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകൾ മാത്രമല്ല. ഇന്ന് എക്സ്ട്രാ റീഡിങ്ങിന് ധാരാളം അവസരമുള്ള പുതിയ കരിക്കുലമാണ് വരുന്നത്, അല്ലേ? ദേശീയ വിദ്യാഭ്യാസ നയം. ആ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ നയമായി എക്സ്ട്രാ റീഡിങ്ങിന് നിരവധി അവസരങ്ങളുണ്ട്. വിദ്യാഭ്യാസ നയം നടപ്പാക്കി വരുമ്പോഴേക്കും സ്വാഭാവികമായും നമ്മുടെ മക്കൾ പാഠപുസ്തകത്തിന് പുറമേ നിന്ന് അറിവ് തേടേണ്ട ഒരു കാലമുണ്ടാകും. ഇപ്പൊ തന്നെ അത് ആയി വരുന്നു. അപ്പൊ അവനുള്ള അവസരം തുറന്നു കൊടുക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. അവന് ചില അറിവിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്താൽ മതി, അവര് തേടി കണ്ടുപിടിച്ചുകൊള്ളും. പക്ഷെ ഇങ്ങനെയുണ്ട്, സത്യത്തിന് ഇങ്ങനെ കൂടി ഒരു മുഖമുണ്ട് എന്ന് അവനോട് പറയണം. നീ കേൾക്കുന്നത് മാത്രമല്ല, നീ കാണുന്നത് മാത്രമല്ല സത്യം, ഇതിനൊരു മറുവശമുണ്ട് എന്ന് നാം തിരിച്ചറിയണം ആദ്യം. ആ തിരിച്ചറിവിൽ നിന്ന് മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ജനിച്ച നാടിൽ നാം അഭയാർത്ഥികളായി മാറും. ആ അഭയാർത്ഥികളായി മാറിയ ചരിത്രം നമുക്ക് നിരവധിയുണ്ട്. അത് കശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥയിലായാലും, അഫ്ഗാനിലായാലും, പാകിസ്ഥാനിലായാലും, ബംഗ്ലാദേശിലായാലും, മലബാറിലായാലും ജനിച്ച നാട്ടിൽ തന്നെ അഭയാർത്ഥികളായ നിരവധി പേരുടെ കഥകൾ നാം ഇന്നും കേൾക്കുന്നു. ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ, പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ, ഇതൊക്കെ ദേശീയതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റം തന്നെയാണ്. അപ്പൊ ഇതിനോടൊക്കെ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ഇന്ന് ഇൻഫർമേഷനോടൊപ്പം മിസ്ഇൻഫർമേഷനും ധാരാളമുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് വേണ്ടത് ഏതാണ്, അല്ലേ? അത് തിരിച്ചെടുക്കുക എന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഇത്രയേറെ വലിയൊരു കുത്തൊഴുക്കാണ്, വിവരങ്ങളുടെ കുത്തൊഴുക്കാണ്. വേണ്ടതേത്, വേണ്ടാത്തതേത്, സത്യമേത്, അസത്യമേത് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. അതിന് നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം. അവർക്കൊരു പക്ഷേ ഈ എണ്ണം കൊണ്ട് അസത്യം സത്യമാകുന്ന കാലമാണ്. ഭൂരിപക്ഷം കൊണ്ട് ഒരേ അച്ചിൽ ഇട്ടതുപോലെയുള്ള വിവരങ്ങൾ ഒന്നിൽ കൂടുതൽ സോഴ്സിൽ നിന്ന് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അത് സത്യമാണോ എന്ന് സംശയിക്കുന്ന വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്. അപ്പൊ അവരെ ഇതിന്റെ കല്ലും നെല്ലും തിരിച്ചറിയുക, നെല്ലും പതിരും മനസ്സിലാക്കി കൊടുക്കുക. ഉപനിഷത്ത് പറയുന്നത് അതാണ്. നേതി എന്നാണ് പറയുന്നത്, അതല്ല, അല്ലെ? നമ്മളെപ്പോഴും പറയും ഇത് അതല്ല എന്ന് പറയുന്നത് പോലെ യഥാർത്ഥ സത്യം തേടാൻ, യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കാനുള്ള വെല്ലുവിളി, കാലഘട്ടത്തിന്റെ വെല്ലുവിളി നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.